ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇഫ്താറിൻ്റെ ഫസ്റ്റത്തെ റെസിപ്പിയാണ്. ഇഫ്താറായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുഞ്ഞിപ്പത്തലാണ് കേട്ടോ. അപ്പോൾ കണ്ണുകാരുടെ ഒക്കെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ഒരു മിക്സിയുടെ ജാറിൽ അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 10 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അതേപോലത്തെ 2 ടീസ്പൂൺ ജീരകം, വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, നമ്മൾ പെരിഞ്ജീരകം. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറൊന്ന് അടച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, അരച്ചെടുക്കണം, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടി കേട്ടോ, പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചാൽ തേങ്ങ ഉണ്ടല്ലോ, അത് നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കാനാണ് കേട്ടോ. കുഞ്ഞിപ്പത്തിരിയുടെ ചെറിയ പത്തിരി ഉണ്ടാക്കാൻ മാവാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതേപോലെ സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൈ വെച്ചിട്ടെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൈ കൊണ്ട് എല്ലാ ഭാഗത്തും മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് പൊടി നന്നായിട്ട് നനച്ചെടുക്കണം. ഇതേപോലെ ഇടിയപ്പത്തിനൊക്കെ പൊടി വാട്ടുന്ന പോലെ നന്നായിട്ട് വാട്ടിയെടുക്കുക. ബാക്കി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടി നനച്ച് കൊടുക്കുക. എല്ലാം കൂടി വെച്ച് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. കാരണം ചൂട് ഒരുപാട് പോകാൻ നിൽക്കാണ്ട് ചൂടോടെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. പിന്നെ അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചൂട് ഒരുപാട് പോകാൻ വേണ്ടി നിൽക്കാണ്ട് ചൂടോടുക്കനെ തന്നെ, ചെറിയ ചൂടോടുക്കനെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ തന്നെ പത്തിരിയൊക്കെ കുഴച്ചെടുക്കണ വലിയ തളിക്കാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പൊടി കുഴച്ചെടുക്കണം. ഈ സമയത്ത് വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൈമലാക്കിയിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട് കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കാരണം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനതൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കയ്യിൽ ചെറുതായി തടവിയ ശേഷം നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ പത്തിരി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഹെൽപ്പിന് വിളിക്കാം കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാവും ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി ചെയ്താൽ പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഇതേപോലെ ചെറിയൊരു ഉരുള കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ഇതേപോലെ നടുക്ക് ചെറിയൊരു കുഴി ഇട്ട് കൊടുക്കുക. ഇതേപോലെ മുഴുവനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. 2-3 സ്റ്റെപ്പ് ഉണ്ട് ചെയ്തെടുക്കാം. എപ്പോഴും ചെയ്തെടുക്കാൻ പറ്റില്ല, നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയ റെസിപ്പിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതേപോലെ മുഴുവനായിട്ട് അങ്ങ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സമയത്ത് മോളൊക്കെ ഹെൽപ്പിന് വെച്ചാൽ മോളെല്ലാവരും കൂട്ടിയിട്ട് അങ്ങ് ചെയ്തത്. അതിന് ശേഷം നമുക്കിത് സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ സ്റ്റീമറാണ്, അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ചെയ്തെടുത്തത്. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ, കാരണം നമ്മൾ വാട്ടിയെടുത്ത പൊടിയല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമുക്ക് സ്റ്റീമിങ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇറച്ചിക്കറി ഉണ്ടാക്കണം. ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ അരമുറി തേങ്ങയും അതേപോലെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവോളം ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാനൊരു 3 സവോള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഓയിൽ എന്താ വെച്ചാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോള ഒന്ന് വാട്ടിയ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സവോള നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമുളക് നല്ലൊരു സ്മെല്ല് വരാം, അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതെല്ലാം കൂടി നന്നായി മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് അത് 2 തക്കാളി, വലിയ സൈസ് തക്കാളി 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചാൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ തന്നെ അന്ന് അടച്ച് വെച്ച് തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് തവി വെച്ചിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാൻ അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് പൊടികളുടെ ഒക്കെ പച്ചമണം മാറുവോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ പൊടികളുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ
ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഗരം മസാല ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു സ്മെല്ലാണ് കറിക്ക്. എല്ലാം കൂടി ചേർത്ത് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. വലിയ പീസാക്കണ്ട. അതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. എങ്കിൽ അത് ഈ പത്തിരിയും ചിക്കനൊക്കെ കൂടി നന്നായിട്ട് മിക്സാക്കി ഇട്ടുള്ളൂ വെന്ത് വരുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമുക്കിത് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് വെന്തിട്ട് ചിക്കനിൽ നിന്നുള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങി വരണം. അപ്പോൾ നമുക്ക് ഇതേപോലെ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് കോൾഡ് കിട്ടും. അപ്പോൾ അതാണ് സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ അധിക സമയത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒന്നും കൂടി നന്നായിട്ട് ചിക്കനിൽ നിന്നുള്ള ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരട്ടെ. അപ്പോൾ ഒന്നും കൂടി ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതാ നമ്മളെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കാരണം ഈ സമയത്ത് ചിക്കനിൽ നിന്നൊക്കെ ഉള്ള ഗ്രേവി നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരച്ച് കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഒന്ന് അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് 1/2 ഗ്ലാസ് വെള്ളം കൂടെ നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, 1/2 ഗ്ലാസ്. ഇനി അതും കൂടി അങ്ങ് ചേർത്ത് മിക്സാക്കിയതിന് ശേഷം സമയത്തൊക്കെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നോക്കട്ടെ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പത്തിരി ചേർത്ത് കൊടുക്കുക. പത്തിരി മുഴുവനായിട്ട് ഞാൻ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ചൂട് കൊടുക്കാതെ തന്നെ നമ്മൾ അങ്ങനെ എടുത്ത് ഒന്ന് വെന്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ചൂട് പോയതിൻ്റെ ശേഷം ആ പത്തിരി നമുക്ക് വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. കുറച്ച് നേരം ഒന്ന് വെച്ചായിട്ട് ചൂടൊക്കെ ഒന്ന് പോവും. അതിന് ശേഷം അത് കറിയിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. കാരണം ഈ പത്തിരിയും ചിക്കൻ കറിയും എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് മിക്സായി വരണം. അപ്പോൾ നമുക്കത് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2-3 പ്രാവശ്യം അടച്ച് വെച്ചാൽ 2-3 പ്രാവശ്യം തുറന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതായത് നമ്മളെ കുഞ്ഞിപ്പത്തലൂടെ റെഡി ആയിട്ടുണ്ട്. കണച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിന് കുറച്ച് നേരം കൂടി ഒന്നും കൂടി നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ ഞാൻ അത് മിക്സാക്കിയിട്ട് ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ച് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പം അതിനുവേണ്ടി ഞാൻ ചെറിയ പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇതൊന്ന് താളിച്ച് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി താളിച്ചതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പത്തൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചിക്കനും പത്തിരിയൊക്കെ കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഫ്താറൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ നല്ല അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നമുക്ക് ഇതേപോലെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.